ഈ ഇറാൻ ഏറെ വഴങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഇറാൻ അല്ല, അമേരിക്കയുടെ ഒരു വെറും മരപ്പാവയായിരിക്കും. ട്രംപിനെ വിശ്വസിച്ച് പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ട ഇറാൻ പ്രക്ഷോഭകാരികളെക്കുറിച്ച് എന്താ പറയുക? കാരണം ഇദ്ദേഹത്തെ എങ്ങനെ വിശ്വസിക്കും? ട്രംപ് ഇന്ന് പറയുന്നതല്ലല്ലോ നാളെ പറയുന്നത്. അയത്തുള്ള അലി ഖുമൈനിയും മസൂദ് പെസഷ്കിയാനും അമേരിക്കയുടെ തീട്ടൂരത്തിന് പൂർണ്ണമായി വഴങ്ങി ഒരൊപ്പിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാൻ ജനത ഏറെക്കാലം അവരുടെ കീഴിൽ നിൽക്കില്ല. ആഭ്യന്തരമായ പ്രക്ഷോഭങ്ങളുണ്ടാകും. ഭരണകൂടം തന്നെ നീക്കണമെന്നാണ് അമേരിക്ക പറയുന്നത്. അല്ലാതെ എന്താണ്? ഭരണകൂടം നിലനിർത്തിക്കൊണ്ട് പോകാനാവില്ല. ആ ഭരണകൂടം മാറിക്കഴിഞ്ഞാൽ ഇറാൻ്റെ സംവിധാനം മാറുകയാണ്. ഇറാൻ്റെ കൾച്ചർ തന്നെ മാറാൻ പോവുകയാണ്. ആ രീതിയിൽ കൾച്ചറൽ ചേഞ്ച് ഒരു നിമിഷം കൊണ്ട് ആ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. അമേരിക്കയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാൻ ഇറാന് സാധിക്കില്ല. മുൻപും സാധിച്ചിട്ടില്ല, ഇപ്പോഴും സാധിക്കുന്നില്ല. ഇറാനും തങ്ങളുടേതായ രീതിയിൽ അണ്ണാറക്കണ്ണനും തന്നാലാകുന്നത് ചെയ്യണമല്ലോ എന്ന രീതിയിൽ ആ ഒരു ഭയപ്പാട്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കൊരു ഭയപ്പാടുണ്ടായി. അവർ അമേരിക്കയെ സമ്മർദ്ദപ്പെടുത്തി പിന്തിരിപ്പിക്കുമെന്ന പ്രതീക്ഷയിലായിരിക്കും ഇങ്ങനെയുള്ള നീക്കങ്ങളെല്ലാം നടത്തുന്നതെന്നാണ് നിഗമനം. ഞങ്ങൾ നിരന്തരമായി നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാൻ ഈസ് ഒബ്സർവിങ്. യുദ്ധമെങ്കിൽ യുദ്ധം, സമാധാനമെങ്കിൽ സമാധാനം, രണ്ടിനും തയ്യാറാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് മതരാഷ്ട്രീയ നേതൃത്വം നൽകുന്നത്. അനിശ്ചിതത്വത്തിനൊടുവിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ച ഇന്ന് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ നടക്കും. അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ ലക്ഷ്യമാക്കിയെത്തിയ ഇറാന്റെ ഡ്രോൺ അമേരിക്കൻ സൈന്യം വെടിവെച്ചിടുകയും അമേരിക്കൻ പതാകയുള്ള കെമിക്കൽ ടാങ്കർ പിടിച്ചെടുക്കുമെന്ന ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഭീഷണി മുഴക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ചർച്ചകൾ നടക്കുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിന്നിരുന്നു. ഈ സംഘർഷാവസ്ഥയ്ക്ക് ഇടയിലാണ് ഇന്ന് ചർച്ച നടക്കുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, അന്താരാഷ്ട്ര വിദഗ്ധൻ, ഒപ്പമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഈ ഒരു ചർച്ചയോടെ യുദ്ധഭീതി പൂർണ്ണമായും അകലുമോ? ഇറാൻ വഴങ്ങുമോ അമേരിക്കയ്ക്ക്? എന്താണ് ശരിക്കും അമേരിക്ക ഇറാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നീ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം താങ്കൾ സൂചിപ്പിച്ചത്. ഇന്നത്തെ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ചോദിക്കാനുള്ളത്, ഈ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗത്തിൽ ഉൾപ്പെടെ നിയന്ത്രണം കൊണ്ടുവരണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട് ഇറാനോട്. പക്ഷേ ചർച്ചകൾ യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ച് മാത്രം മതിയെന്നാണ് ഇറാന്റെ നിലപാട്. അമേരിക്ക ആഗ്രഹിക്കുന്നത് ചെയ്യാൻ കിട്ടില്ലെന്ന് പറയാതെ പറയുകയാണോ ഇവിടെ ഇറാൻ? ഇറാൻ ചില കാര്യങ്ങൾ സിംബോളിക്കായി ചെയ്യുന്നു, പറയുന്നു. ഇറാൻ്റെ നേതൃത്വം തന്നെ രണ്ട് രീതിയിലാണ് സംസാരിക്കുന്നത്. ഒന്ന്, പ്രസിഡന്റ് എന്ന മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു, ഞങ്ങൾ ചർച്ചയ്ക്കെതിരല്ല, ഞങ്ങൾ ചർച്ചയ്ക്ക് വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ആണോ വിഷയത്തിൽ തന്നെ ചർച്ചയാകാം, പക്ഷേ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് ചർച്ച ഉണ്ടാവരുത്. അതാണ് പ്രസിഡന്റ് പറയുന്നത്. ഇനി യഥാർത്ഥ ഭരണാധികാരി അയത്തുള്ള അലി ഖുമൈനി പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു മിസൈലെങ്കിലും ഇറാനിൽ പതിച്ചാൽ തങ്ങൾ ആ മേഖലയാകെ യുദ്ധത്തിലേക്ക് എത്തിച്ചു നിർത്തും എന്നാണ് അയത്തുള്ള അലി ഖുമൈനി പറയുന്നത്. അപ്പോൾ ഇത് തന്നെ ഈ സമാധാനത്തിൻ്റെ ഒലിവില കാട്ടുകയും അതേസമയം യുദ്ധത്തിൻ്റെ സന്നാഹമൊരുക്കുകയും ചെയ്യുന്ന ഒരു ട്വിൻ ട്രാക്ക് പോളിസിയാണ്. യുദ്ധമെങ്കിൽ യുദ്ധം, സമാധാനമെങ്കിൽ സമാധാനം, രണ്ടിനും തയ്യാറാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് മതരാഷ്ട്രീയ നേതൃത്വം നൽകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞങ്ങൾ ഇത് പറഞ്ഞാൽ മാത്രം പോരല്ലോ, ചെയ്ത് കാട്ടണമല്ലോ. അതുകൊണ്ടാണ് അമേരിക്കൻ യുദ്ധക്കപ്പലിനെതിരെ ഡ്രോണുകൾ അയക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ഈ അമേരിക്കയുടെ ബാറ്റിൽ ഷിപ്പ് അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൻ, അതിപ്പോൾ ഏതാണ്ട് 500 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇറാൻ്റെ ദക്ഷിണ തീരവുമായി അറബിക്കടലിലാണ്. പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഭാഗം ലക്ഷ്യമാക്കി ഒരു ഡ്രോൺ പോവുകയാണ്. 2 ഡ്രോണുകൾ അകമ്പടിയായി പോവുകയാണ്. ഒരു ഡ്രോൺ, സമീപത്തേക്ക് വന്ന ഡ്രോണിനെ അമേരിക്കൻ ഒരു F-35 വിമാനം, സ്റ്റെൽത്ത് വിമാനം വെടിവെച്ചിടുകയാണ്. സ്വാഭാവികമാണ്. പക്ഷേ ആ ഡ്രോൺ നിരീക്ഷണ ഡ്രോണാണ് എന്ന് ഇറാൻ പറയുന്നു. ഞങ്ങൾ നിരന്തരമായി നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാൻ ഈസ് ഒബ്സർവിങ് ദ ബാറ്റിൽ ഫോർമേഷൻ. ഞങ്ങളെല്ലാം കാണുന്നു. ഞങ്ങൾക്ക് വേണ്ട രേഖകൾ ആ ഡ്രോണിൽ നിന്ന് തന്നെ അത്യാവശ്യം ബിൽഡപ്പിനെ കുറിച്ച് ഞങ്ങൾക്ക് സൂചന കിട്ടി. അപ്പോൾ ഇത് ഒരു യുദ്ധത്തിൻ്റെ വക്കിലൊന്നും എത്തിയിട്ടില്ല. ഒരു ഡ്രോൺ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആൾനാശമൊന്നും ഉണ്ടായില്ലല്ലോ. രണ്ട് ഗൺ ബോട്ടുകൾ, ഈ എണ്ണക്കപ്പലുകൾ, അമേരിക്കൻ എണ്ണക്കപ്പലുകൾ വരുന്നുണ്ടല്ലോ. UAE-യിൽ നിന്നും കുവൈറ്റിൽ നിന്നും സൗദിയിൽ നിന്നുമൊക്കെ എണ്ണ കൊണ്ടുപോകാൻ അമേരിക്കൻ എണ്ണക്കപ്പലുകൾ വ്യാപകമായി പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്ക് വരും. അത് ആ കുപ്പിക്കഴുത്ത് കടന്നാണ് വരേണ്ടത്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കടലിടുക്ക് കടന്നാണ് വരേണ്ടത്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ്റെ സ്വാധീന മേഖലയാണ്. അവിടെ ഇറാൻ്റെ സമുദ്രാതിർത്തിക്ക് വെളിയിൽ
കൂടിപ്പോയിരുന്ന അമേരിക്കൻ കപ്പൽ, അമേരിക്കൻ ഫ്ലാഗുള്ള ഓയിൽ കപ്പൽ, അതിന് നേരെ 2 ഇറാനിയൻ ഗൺബോട്ടുകൾ, അത് IRGCയുടെ നിയന്ത്രണത്തിലുള്ള ഗൺബോട്ടുകളാണ്, നീങ്ങി. ഈ ഗൺബോട്ടുകൾ വാർണിംഗ് കൊടുത്തു, ഈ കപ്പൽ ഇവിടെ തീരത്തടുപ്പിക്കണം, അതിലേക്ക് അവർ കയറാനുള്ള ശ്രമം പോലും നടത്തിയെന്നാണ് പറയുന്നത്. പെട്ടെന്ന് സ്പീഡ് കൂട്ടി കപ്പൽ അപ്രത്യക്ഷമാകുന്നു, പുറം കടലിലേക്ക് അത് കപ്പൽ പോകുന്നു. അപ്പം ഇറാൻ ഒരു വശത്ത് പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, മറുവശത്തെ ഭൗതികമായ ചില നീക്കങ്ങൾ നടത്തുന്നു. തങ്ങൾ യുദ്ധസജ്ജരാണ്, അല്ലെങ്കിൽ അമേരിക്കൻ കപ്പൽ പൊയ്ക്കോട്ടെ, ഞങ്ങളുടെ വിഷയമല്ല, ഞങ്ങളുടെ വാട്ടേഴ്സിൽ എൻ്റർ ചെയ്തില്ലല്ലോ. അപ്പോൾ ഇറാൻ ഒരു ഹോക്കിഷ് നിലപാട് എടുക്കുന്നു. അത് ഇറാൻ്റെ ആഭ്യന്തരമായ ആത്മവിശ്വാസം ഉയർത്തി നിർത്താനും, ഒരു പക്ഷേ അമേരിക്ക പേടിപ്പിക്കുമ്പോൾ ഇറാനും തങ്ങളുടേതായ രീതിയിൽ അണ്ണാറക്കണ്ണനും തന്നാലാകുന്നത് ചെയ്യണമല്ലോ എന്ന രീതിയിൽ ആ ഒരു ഭയപ്പാട്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കൊരു ഭയപ്പാടുണ്ടായി. അവർ അമേരിക്കയെ സമ്മർദ്ദപ്പെടുത്തി പിന്തിരിപ്പിക്കുമെന്ന പ്രതീക്ഷയിലായിരിക്കും ഇങ്ങനെയുള്ള നീക്കങ്ങളെല്ലാം നടത്തുന്നതെന്നാണ് നിഗമനം. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം നോക്കേണ്ടത്, മേഖലയിലാകെ ആയുധങ്ങൾ നിറച്ചാണ് അമേരിക്ക ഇറാനെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ചർച്ചയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. അടിക്ക് തിരിച്ചടി എന്ന നിലപാട് തുടരുന്ന ഇറാൻ പക്ഷേ സമാധാന അന്തരീക്ഷം നിലനിർത്താനെന്ന പേരിൽ അമേരിക്കയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ? താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ? അമേരിക്കയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാൻ ഇറാന് സാധിക്കില്ല. മുൻപും സാധിച്ചിട്ടില്ല, ഇപ്പോഴും സാധിക്കുന്നില്ല. കാരണം ഇറാൻ മറ്റൊരു സംസ്കാരമാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം രൂപം കൊണ്ട ഒരു ഗവൺമെൻറ്, ഒരു സംവിധാനം, ആ രാജ്യത്തെ മുഴുവൻ തന്നെ ഒരു ആൻറ്റി അമേരിക്കൻ റെട്ടറിക്കിലേക്ക്, അതായത് ഒരു ഇസ്ലാമിക സംസ്കാരം തങ്ങളുടേതായ രീതിയിൽ സംരക്ഷിച്ചു നിർത്താൻ ഇറാൻ്റെ സർക്കാരും സംവിധാനങ്ങളും പ്രതിജ്ഞാബദ്ധമാണ്. അവിടേക്കുള്ള ഇറാൻ ഷായത്തിനെ അമേരിക്ക ഒരു അട്ടിമറിയിലൂടെ കൊണ്ടുവന്നതാണ്. 1959 മുതൽ 79 വരെ നിലനിന്ന ഷാ ഭരണകൂടം. ആ സമയത്ത് ഇറാൻ്റെ ടെഹ്റാൻ നഗരമൊക്കെ ഫാഷൻ ക്യാപിറ്റലായിരുന്നു. പാരീസാണോ, യൂറോപ്പിലെ ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസാണോ, ടെഹ്റാനാണോ ഏറ്റവും ആധുനിക നഗരം എന്നതിനെക്കുറിച്ച് പോലും ആളുകൾ ഡിബേറ്റ് ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു വസന്ത കാലഘട്ടം, ഒരു ക്യാപിറ്റലിസ്റ്റ് വസന്ത കാലഘട്ടം എന്ന് പറയാവുന്ന ഒരു രീതിയിൽ ഒരു മൊണാർക്കിക്കൽ ഓർഡറിൽ നിന്നുകൊണ്ട് ഇറാൻ ഏറെ ഒരു സാധാരണ ഇസ്ലാമിക രാജ്യത്ത് ഇല്ലാത്ത രീതിയിലുള്ള ഒരുതരം പെർമിസിബിലിറ്റി ഇറാനിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് നേരെ ഘടകവിരുദ്ധമായി കുറച്ചുകൂടി റെജിമെൻറ്റഡ് ഒരു വലിയ യാഥാസ്ഥിക മനോഭാവം അവിടെ വളർത്തിയെടുത്തു. ഇതൊരു ആധുനിക ഇറാൻ്റെ DNA ഭാഗമായി അത് മാറി. പെട്ടെന്ന് അമേരിക്ക പറയുന്നു ഇന്ന കാര്യങ്ങളിൽ നീക്കം ചെയ്യണം, ഭരണകൂടം തന്നെ നീക്കണമെന്നാണ് അമേരിക്ക പറയുന്നത്. അല്ലാതെ എന്താണ് ഭരണകൂടം നിലനിർത്തിക്കൊണ്ട് പോകാനാവില്ല. ആ ഭരണകൂടം മാറിക്കഴിഞ്ഞാൽ ഇറാൻ്റെ സംവിധാനം മാറുകയാണ്, ഇറാൻ്റെ കൾച്ചർ തന്നെ മാറാൻ പോവുകയാണ്. ആ രീതിയിൽ കൾച്ചറൽ ചേഞ്ച് ഒരു നിമിഷം കൊണ്ട് ആ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇവിടെയെല്ലാം ആ ചേഞ്ച് കൊണ്ടുവരാൻ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ ശ്രമിച്ചു, ഇറാഖിൽ ശ്രമിച്ചു, സിറിയയിൽ ശ്രമിച്ചു. ഇവിടെ എല്ലാം സംഭവിച്ചത് അവിടെ എല്ലാം ഫെയിൽഡ് സ്റ്റേറ്റായിട്ട് മാറുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ ശ്രമിച്ചതിന് ശേഷം താലിബാനെ തന്നെ ആരെ പുറത്താക്കാൻ ശ്രമിച്ചോ അവർക്ക് തന്നെ അധികാരം കൊടുത്തുകൊണ്ട് അമേരിക്ക പിന്മാറേണ്ടി വന്നു. ഇറാഖിൽ എന്താ സംഭവിച്ചത്? അധികാരമൊക്കെ മാറ്റി പുതിയ ഭരണകൂടത്തെ ഏൽപ്പിച്ചു. IS ഇറാഖിൻ്റെ ഒരു പകുതി ഭാഗം കൊണ്ടങ്ങ് പോയി. പിന്നീട് വല്ലാതെ കഷ്ടപ്പെട്ടാണ് ISനെ പുറത്താക്കി ഒരു രീതിയിൽ അവിടെ സമാധാനത്തിൻ്റെ ഒരു ലാഞ്ചന കൊണ്ടുവന്നത്. ഇറാൻ അതിനേക്കാൾ വലിയ രാജ്യമാണ്. അഫ്ഗാനിസ്ഥാനേക്കാളും ഇറാഖിനേക്കാളും ഭൂവിസ്തൃതിയിൽ വലിയ രാജ്യമാണ്, ശക്തമായ രാജ്യമാണ്. ആഴത്തിലുള്ളൊരു സാംസ്കാരിക പൈതൃകമുണ്ട് ഇറാന്. ഒരു പഴയ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തായ്വേരുകൾ കടന്നു വരുന്നത് ഇറാനിൽ നിന്നുകൂടിയാണ്. ഇറാൻ എല്ലാം ആ മേഖലയല്ലേ. ആ ഒരു രാജ്യം പെട്ടെന്ന് അമേരിക്ക ഒരു കരാർ ഒപ്പിട്ടു. അതനുസരിച്ച് അമേരിക്ക പറഞ്ഞ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചുകൊണ്ട് കീഴടങ്ങി തങ്ങൾക്ക് ഭരണകൂടത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഒരു ഭരണകൂടത്തിന് നിലനിൽപ്പുണ്ടാവില്ല. അയത്തുള്ള അലി ഖുമൈനിയും മസൂദ് പെസഷ്കിയാനും അമേരിക്കയുടെ തീട്ടൂരത്തിന് പൂർണ്ണമായി വഴങ്ങി ഒരൊപ്പിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാൻ ജനത ഏറെക്കാലം അവരുടെ കീഴിൽ നിൽക്കില്ല. ആഭ്യന്തരമായ പ്രക്ഷോഭങ്ങളുണ്ടാകും, അവരെ അഡ്സിറ്റ് ചെയ്യാൻ സംവിധാനങ്ങളുണ്ടാകും. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു ഭരണകൂടത്തിൻ്റെ DNA പെട്ടെന്ന് മാറ്റി അമേരിക്കൻ കരാറിലൂടെ അതിൻ്റെ രീതിശാസ്ത്രം പൂർണ്ണമായി മാറ്റിയെടുക്കാനാവില്ല. ഈ ഇറാൻ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞ സാധാരണക്കാരോട് പ്രക്ഷോഭം തുടരാനും സഹായം ഉടനെത്തുമെന്നും പറഞ്ഞ ട്രംപ് പക്ഷേ തന്ത്രം മാറ്റി പിടിച്ചിരിക്കുകയാണല്ലോ ഇപ്പോൾ. അത്തരത്തിൽ ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ലോകത്തോട് കാട്ടിക്കൊടുക്കുന്നതല്ലേ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്? നിങ്ങൾ പ്രക്ഷോഭം തുടർന്നോളൂ, സഹായം വഴിയിലാണ് എന്ന് പറഞ്ഞാൽ സഹായം ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. ട്രംപിനെ വിശ്വസിച്ച് പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ട ഇറാൻ പ്രക്ഷോഭകാരികളെക്കുറിച്ച് എന്താ പറയുക?
കാരണം ഇദ്ദേഹത്തെ എങ്ങനെ വിശ്വസിക്കും? ട്രംപ് ഇന്ന് പറയുന്നതല്ലല്ലോ നാളെ പറയുന്നത്. അമേരിക്കയുടെ താല്പര്യം എന്നതിനുപരിയായി ട്രംപിൻ്റെ സ്വകാര്യ ബിസിനസ് താല്പര്യം, തൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യം, അമേരിക്കയുടെ താല്പര്യം, തൻ്റെ വോട്ടർമാരുടെ താല്പര്യം, തൻ്റെ പാർട്ടിയുടെ താല്പര്യം എന്നതല്ലാതെ, ബിസിനസ് താല്പര്യങ്ങളല്ലാതെ മറ്റൊരു താല്പര്യമില്ലാത്ത മനുഷ്യനാണ് ട്രംപ്. ഇറാൻ ജനതയെ അങ്ങ് ഉദ്ധരിക്കും, ഇറാൻ ജനതയെ അങ്ങ് ലിബറേറ്റ് ചെയ്യും, ഇറാൻ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ഇത് വീൺവാക്കാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇറാൻ ജനതയ്ക്ക് ഇല്ലാതെ പോകുമോ? ഇപ്പം ട്രംപ് പറയുന്നതനുസരിച്ച് നോക്കിയാൽ ഇതാ ഇറാൻ്റെ വിപ്ലവം, ഇങ്ങനെ ഇറാൻ്റെ പ്രതിവിപ്ലവം, ഇസ്ലാമിക വിപ്ലവത്തിനെതിരെയുള്ള ഇപ്പോൾ അയത്തുള്ള അലി ഖുമൈനിക്കെതിരെയുള്ള വിപ്ലവമാണല്ലോ. ഈ വിപ്ലവം ഇറാൻ്റെ എല്ലാ നഗരങ്ങളെയും 13 പ്രവിശ്യകളെയും മിക്ക നഗരങ്ങളെയും പിടിച്ചു കുലുക്കി മുന്നോട്ട് പോകുന്നു. നിങ്ങൾ വിട്ടരുത്, നിങ്ങൾ കണ്ണിമ ചിമ്മരുത്, ഞങ്ങൾ ഏത് നിമിഷവും ഇറാനിലേക്ക് പ്രവേശിക്കും എന്ന പ്രതീതിയാണല്ലോ ഇപ്പോൾ കപ്പൽപ്പട അവിടെ അർമാഡ എന്ന് പറയുന്ന അമേരിക്കയുടെ കപ്പൽ വ്യൂഹം, വലിയ വ്യൂഹമൊന്നുമല്ല കേട്ടോ, ഒരു വലിയ ബാറ്റിൽ ഷിപ്സിനെ കുറിച്ചാണ്, ഒരു വലിയ വിമാനവാഹിനി കപ്പൽ, 2 അകമ്പടി കപ്പലുകൾ ഡിസ്ട്രോയേഴ്സ്, പിന്നെ ഏതാനും അമേരിക്കയുടെ യുദ്ധ കപ്പലുകൾ ആ പ്രദേശത്തുള്ളത്. ഇതൊക്കെയാണ് അർമാഡ. പിന്നെ അതിനു പുറമെ അമേരിക്കയുടെ കരയിൽ വലിയ സന്നാഹമുണ്ട്, അത് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇതെല്ലാം കാട്ടി ഇറാനെ പരമാവധി പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു തക്കം നോക്കി ഇറാൻ്റെ ജനത ഇപ്പോഴൊന്നും സംസാരിക്കുന്നില്ലല്ലോ. ഇറാനിൽ നിന്നുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നില്ല, അത് വാസ്തവമാണ്. കാരണം അവിടെ ഇൻ്റർനെറ്റ് നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ ചില വാർത്തകൾ പുറത്തു വരുന്നതനുസരിച്ച് ഇപ്പോൾ കാര്യമായ പ്രക്ഷോഭം തെരുവുകളിൽ നടക്കുന്നില്ല. അത് കഴിഞ്ഞ മാസം വരെ ഡിസംബർ 2025 തുടങ്ങി, ഡിസംബർ ഒരു അവസാനം തുടങ്ങി, 1-2 ആഴ്ച നീണ്ടുനിന്നു, പിന്നെ ഫിസിൽ ഔട്ട് ചെയ്തു. ഇപ്പോൾ അവരെല്ലാം ഒളിച്ചിരിക്കുന്നു, മാളത്തിൽ ഒളിച്ചിരിക്കുന്നു. അതുമാത്രമല്ല ശക്തമായ ക്രാക്ക് ഡൗൺ ഉണ്ടായി. 800-ലധികം പേരുടെ കൊലപാതകം അല്ലെങ്കിൽ തൂക്കിക്കൊല താൻ ഇടപെട്ട് നിർത്തിവെച്ചു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞതല്ലാതെ പിന്നീടൊന്നും കേട്ടിട്ടില്ല. ഈ അറസ്റ്റിലായ ജനത എന്ത് സംഭവിച്ചു? അവരുടെ മനുഷ്യാവകാശം എങ്ങനെ സംരക്ഷിക്കും? ആര് സംരക്ഷിക്കും? ഇപ്പോഴും ആ ഭരണകൂടം മാറിയിട്ടില്ലല്ലോ. അതുകൊണ്ട് പ്രക്ഷോഭം നടത്തിയവർ യഥാർത്ഥത്തിൽ ആപ്പിലായി. പ്രക്ഷോഭം നടത്തിയവരുടെ ജീവനും സ്വത്തിനും ഒക്കെ ആരുറപ്പ് നൽകും? അകലെയുള്ള ഒരു രക്ഷകനെ തേടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇറാൻ ജനത എങ്കിൽ തെറ്റി. രക്ഷകൻ ഒരു പക്ഷേ വരും. രക്ഷകനൊന്നുമല്ല, അവരുടേതായ താല്പര്യമുള്ളവരാണ്. അവർക്ക് ഇറാൻ ജനതയല്ല വിഷയം, ഇറാൻ്റെ റിസോഴ്സസ് ആണ് വിഷയം. അത് ഇറാൻ ജനത മനസ്സിലാക്കേണ്ടതാണ്. ഇറാൻ എണ്ണ സമ്പന്നമായ രാജ്യമാണ്. വെനിസ്വേല എണ്ണ സമ്പന്നമായ രാജ്യമാണ്. വെനിസ്വേലയുടെ എണ്ണ സമ്പത്താണ് അമേരിക്ക നോക്കുന്നത്. ലോക വിപണിയിൽ ചൈനയെ ജരിക്കുക. റഷ്യയിൽ നിന്ന് മാത്രമേ ചൈനയ്ക്ക് ഇപ്പോൾ എണ്ണ കിട്ടുന്നുള്ളൂ. വെനിസ്വേലയിൽ നിന്നും വ്യാപകമായി എണ്ണ ലഭിച്ചിരുന്നു. അപ്പോൾ വെനിസ്വേലയെ കീഴടക്കി കഴിഞ്ഞു. പിന്നീട് ചൈനയ്ക്ക് എണ്ണ ലഭിക്കുന്നത് ഇറാനിൽ നിന്നാണ്. ഇറാൻ ഭരണകൂടം മാറിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് നിയന്ത്രിക്കാവുന്ന എണ്ണ കമ്പനികളായിരിക്കും വൻതോതിൽ അവിടെ ഖനനം നടത്തുന്ന വെനിസ്വേലയിൽ ഇനി ചെയ്യാൻ പോകുന്നത് പോലെ. ഇറാനിലും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചൈനയ്ക്ക് റഷ്യയെ മാത്രം ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ ലോകത്തെ ഹൈഡ്രോകാർബൺ വിപണിയുടെ, ഹൈഡ്രോകാർബൺ കൺട്രോളിൻ്റെ സിംഹഭാഗവും തങ്ങളുടെ കയ്യിൽ നേരിട്ടുമല്ലാതെയും സഖ്യരാജ്യങ്ങളിലൂടെ നിലനിർത്താനാവുമോ എന്ന ചിന്തയിലാണ് അമേരിക്ക. അല്ലാതെ ഭരണമാറ്റം അതിനുവേണ്ടി കൊണ്ടുവരുന്നതാണ്. അല്ലാതെ അമേരിക്കയ്ക്ക് ഇറാൻ്റെ ജനത അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, പീഡനങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു കൺസേണും ഉണ്ട് എന്ന് കരുതാനാവില്ല. ഇത് മനസ്സിലാക്കാൻ തക്ക വിവേകം ഇറാൻ ജനതയ്ക്കുണ്ടോ? ഇറാൻ ജനത സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു, അർഹിക്കുന്നു. അടിച്ചമർത്തലിനെതിരെ തീർച്ചയായും എന്നെ കേൾക്കുന്ന എല്ലാ ആരും സമ്മതിക്കില്ല. ഇറാൻ്റെ ജനത അവരെന്ത് പഴിച്ചു? അവർ തീർച്ചയായും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകണം, ഭരണകൂടത്തെ വിമർശിക്കാനാവണം, അതേസമയം അവർക്ക് ആഹാരമുണ്ടാകണമെങ്കിൽ ഉപരോധം അവസാനിപ്പിക്കണം. അമേരിക്കൻ ഉപരോധം അവസാനിച്ചെങ്കിൽ മാത്രമേ ഒരുപക്ഷെ അവർക്ക് വേണ്ട രീതിയിൽ വസ്തുക്കൾ ഇറാനിലേക്ക് കടന്നു വരൂ, ഉൽപ്പാദനമെങ്കിലേ നടക്കൂ. അവരുടെ എണ്ണയ്ക്ക് വിപണി കണ്ടെത്താൻ അന്നേരമേ പറ്റൂ. ചെറിയ വിട്ടുവീഴ്ചകൾ ഇറാൻ്റെ സർക്കാർ ചെയ്യേണ്ടി വരും, യാതൊരു സംശയവുമില്ല. ചില വിട്ടുവീഴ്ചകൾ ചെയ്യാതെ ഇറാനെതിരെയുള്ള ഉപരോധം മാറില്ല. ഉപരോധം മാറാതെ മനുഷ്യർ അനുഭവിക്കുന്ന ഈ പീഡനം അവസാനിക്കില്ല. ഇതെല്ലാം ഒരു സ്പൈറലിംഗ് കാസ്കേഡിംഗ് ഇഫക്റ്റാണ്. അതുകൊണ്ടാണ് സങ്കീർണമായ വിഷയമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇത് 2 തലയുള്ള വാളാണ്. അതുകൊണ്ട് ജനങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ, ജനങ്ങളെ ചേർത്ത് പിടിക്കണമെങ്കിൽ ഇറാൻ്റെ ഭരണകൂടം സ്വല്പം വഴങ്ങിയാൽ മാത്രമേ ഇറാൻ ജനതയ്ക്ക് ആഹാരവും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാവൂ. ഈ ഇറാൻ ഏറെ വഴങ്ങിക്കഴിഞ്ഞാൽ
പിന്നെ ഉണ്ടാകുന്ന ഇറാനല്ല, അമേരിക്കയുടെ ഒരു വെറും മരപ്പാവയായിരിക്കും. അങ്ങനെ ഒരു ഭരണകൂടം ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അറിയില്ല. അതോ ജനങ്ങൾക്ക് ആഹാരം മാത്രം മതിയോ, അഭിമാനബോധമില്ലേ, അത് മറ്റൊരു കാര്യം. അതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഇറാനിയൻ ജനതയ്ക്ക് വേണ്ടത്? അതുകൊണ്ട് ചെകുത്താനും ചെങ്കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് ഇറാൻ ജനത.